നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരണവുമായി റിനി. നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എത്ര കള്ളപ്രചാരണങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തുവരുമെന്നായിരുന്നു റിനിയുടെ പ്രതികരണം. മാങ്കൂട്ടത്തിലിന്റെ അതിക്രമങ്ങൾക്കിരയായ അതിജീവിതകൾ ഇനിയുമുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അവരും നീതി കണ്ടെത്തണമെന്നും റിനിയുടെ പ്രതികരണം. സ്ത്രീകളുടെ വിജയത്തിന്റെ തുടക്കമാണിതെന്നും അതിജീവിതകൾ നേരിട്ട ക്രൂര പീഡനത്തിന് അവർക്ക് കിട്ടുന്ന നീതിയുടെ തുടക്കമാണിതെന്നും റിനി പ്രതികരിച്ചു. ഈ പ്രതികരണം നടത്തുമ്പോൾ അതായത് താൻ ഒരുപാട് സൈബർ അധിക്ഷേപം നേരിട്ടു, താൻ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിട്ടു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ റിനി നടത്തുമ്പോൾ തൊണ്ടയിടറിയാണ്, അല്ലെങ്കിൽ അല്പം വിങ്ങലോടെയാണ് ഈ ഒരു വിഷയത്തിൽ റിനി പ്രതികരണം നടത്തിയിരിക്കുന്നത്. താൻ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ എല്ലാം കഥകളാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവരുണ്ട്. അതിനു പിന്നാലെ ഒരുപാട് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു, ഒരുപാട് അനുഭവിച്ചു. സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിൽ ഒരു കാരണമായതിൽ സന്തോഷമുണ്ടെന്നും റിനിയുടെ പ്രതികരണം. രാഹുലിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ ഹൂ കെയേഴ്സ് എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് രാഹുലാണ് ഈ ഒരു പ്രതി എന്ന ഒരു സൂചന നൽകി റിനി രംഗത്ത് വന്നതും പിന്നീട് റിനി നേരിട്ടതുമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നിരവധി ചാറ്റുകൾ, ഓഡിയോ ഒക്കെ പിന്നാലെ പുറത്തു വരുന്നു. രാഹുലിന്റെ ലൈംഗിക വൈകൃതം വെളിവാകുന്ന തരത്തിലുള്ള വോയിസുകൾ പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ റിനിയാണ് ഈ വെളിപ്പെടുത്തൽ ആദ്യം നടത്തിയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജാമ്യം നിഷേധിച്ച കോടതി വിധിക്ക് പിന്നാലെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സത്യത്തിന്റെ വിജയമാണെന്നും അതിജീവിതകളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുവെന്നും റിനി പ്രതികരിച്ചു. സ്ത്രീപക്ഷ നടപടി സ്വീകരിച്ചതിന് പാർട്ടിയോട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിരുന്നു. ഇപ്പോൾ കോടതി എല്ലാം സത്യമാണെന്ന് പറഞ്ഞു. എന്റെ സഹോദരിമാർക്ക് നീതി നൽകാൻ നിമിത്തമായതിൽ സന്തോഷിക്കുന്നുവെന്നായിരുന്നു റിനിയുടെ പ്രതികരണം. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിജീവിത, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് വിധേയയാക്കിയ അതിജീവിതയും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്റ്റാറ്റസ് സത്യമേവ ജയതേ എന്ന സ്റ്റാറ്റസ് ഇട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സത്യമേവ ജയതേ എന്ന സ്റ്റാറ്റസ് ആദ്യം പങ്കുവച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു. അതായത് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകിയ സാഹചര്യത്തിൽ സത്യമേവ ജയതേ എന്ന ഒരു പ്രതികരണം തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരുന്നു. സത്യം ജയിക്കും, സത്യത്തിന് വേണ്ടി താൻ പോരാടും എന്നതടക്കമുള്ള ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ തൻ്റെ പോസ്റ്റുകളിലൂടെ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിൽ അതിജീവിതയുടെ പ്രതികരണം സത്യമേവ ജയതേ എന്നാണ്. അതിജീവിതയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ്. എന്തായാലും റിനിയും പ്രതികരിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയാണ് താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത്. 3 വർഷം മുമ്പ് ആദ്യമായി ആക്ഷേപകരമായ സന്ദേശങ്ങൾ കിട്ടിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുചിതമായ പെരുമാറ്റം ആരംഭിച്ചതെന്നാണ് റിനി നേരത്തെ വെളിപ്പെടുത്തിയത്. ഈ പെരുമാറ്റം തുറന്നു കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആരോട് വേണമെങ്കിലും പറയൂ, ഹൂ കെയേഴ്സ് എന്നായിരുന്നു പ്രതികരണമെന്നും റിനി പറഞ്ഞു. മറ്റ് സ്ത്രീകളും ഇയാളിൽ നിന്ന് ഇത്തരം പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും നടി ആരോപിച്ചിരുന്നു. തനിക്ക് ഒരു ആക്രമണവും നേരിടേണ്ടി വന്നില്ല, പക്ഷെ അത്തരം സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു 5 ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്യാം, നിങ്ങൾ വരണമെന്നായിരുന്നു പറഞ്ഞത്. ശക്തമായി പ്രതികരിച്ചപ്പോൾ കുറച്ചു കാലത്തേക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. എന്നാൽ പിന്നീട് തനിക്ക് വീണ്ടും സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങിയെന്നും റിനി വെളിപ്പെടുത്തുകയുണ്ടായി. റിനിയുടെ ഈ വെളിപ്പെടുത്തലുകൾക്ക് തുടർന്നുണ്ടായ ആക്ഷേപങ്ങൾക്കിടെ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. എന്തായാലും സത്യം തന്നെ ജയിക്കുമെന്ന റിനിയുടെ പ്രതികരണവും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി മാറുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനു പിന്നാലെ പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഇനി MLA സ്ഥാനത്തിന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം വരുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ, അത് രാഹുലിന് മാത്രം എടുക്കേണ്ട തീരുമാനമാണ് എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.